റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നെയ്മീനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മീൻ വറക്കാനായിട്ട് നമ്മൾ സാധാരണ മാരിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതിന്റെ ഒരു പേസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഇനി ഒരു ചെറിയൊരു മസാലയും കൂടി തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഇതിനെ വറുത്തിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ മീനിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഒരു മീനിലേക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിനി ഒരു ചെറിയൊരു മസാല തയ്യാറാക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീനിൻ്റെ പീസസ് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മീൻ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരുപാട് മൂപ്പിച്ചിട്ട് വറുക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോഴാണ് നമ്മൾ മസാലയും കൂടി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ മറ്റതും തിരിച്ചിടാം. മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം ഹാർഡായി വറുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് വറുത്തെടുത്തേക്കണേ. നമുക്കിനി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മീനും കൂടി വറുത്തെടുക്കാം. നമുക്ക് ആ മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവോള, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു സ്പൂണോളം പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം കൂടി നമ്മൾ അരച്ചിട്ടുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. മീൻ മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ വറുത്തിട്ടുള്ള അതേ എണ്ണയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. തീ നന്നായിട്ട് ചുരുക്കി വെച്ചിട്ട് ഈ മസാല ഈ എണ്ണയായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് കേട്ടോ. ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരട്ടെ. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതൊന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തണം. അപ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഡെയിലിയൊക്കെ ഫിഷ് ഫ്രൈ കഴിക്കുന്നവർ ഇതുപോലെ റെസിപ്പി ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഓയിൽ അത്യാവശ്യമുള്ളത് കൊണ്ട് കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. എല്ലാ ഫംഗ്ഷൻസിനും പാർട്ടീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ട്രൈ ചെയ്യാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ആ വറുത്ത് വെച്ചിട്ടുള്ള ഫിഷ് ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയായിട്ട് ഈ മീനിനെ ഒന്ന് പുരട്ടിയെടുക്കുക. പിന്നെ ഫ്രൈ പാനിൽ കുറച്ച് സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഓരോന്നിലേക്ക് തേച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാ മീനിലേക്കും മസാലയൊക്കെ ഒന്ന് പുരട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും വല്ല ഫംഗ്ഷൻസോ പാർട്ടീസോ ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. പ്രീവിയസ് വീഡിയോസിലൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.